ഇറാനെതിരായ സൈനിക നടപടികൾ ആരംഭിച്ച് മാസങ്ങൾ പിന്നിടുമ്പോൾ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ യുദ്ധത്തെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നു. യുദ്ധത്തിന്റെ ലക്ഷ്യത്തെയും ഭാവി പരിപാടികളെയും കുറിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ ഭരണകൂടവും പ്രതിപക്ഷവും തമ്മിൽ കടുത്ത വാക്പോര്. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് ഹൗസ് ആൻഡ് സർവീസസ് കമ്മിറ്റിക്ക് മുമ്പാകെ ഹാജരായി സൈനിക നടപടിയെ ശക്തമായി ന്യായീകരിച്ചു. അമേരിക്കയുടെ സുരക്ഷയ്ക്ക് ഇറാൻ ഉയർത്തുന്ന ഭീഷണികൾ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ പിൻവാങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം നടന്ന ഈ ചർച്ചയിൽ ഡെമോക്രാറ്റിക് അംഗങ്ങൾ ഭരണകൂടത്തിന്റെ ഇറാൻ നയത്തെ രൂക്ഷമായ ഭാഷയിലാണ് വിമർശിച്ചത്. പ്രധാനമായും യുദ്ധത്തിന്റെ ഭീമമായ ചിലവും സൈനിക നടപടി എന്ന് അവസാനിക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു എക്സിറ്റ് പ്ലാൻ ഇല്ലാത്തതും അവർ ചൂണ്ടിക്കാട്ടി. യുദ്ധം അനിശ്ചിതമായി നീളുന്നത് അമേരിക്കയെ മറ്റൊരു സാമ്പത്തിക സൈനിക തകർച്ചയിലേക്ക് നയിക്കുമെന്ന് അവർ ആശങ്കപ്പെടുന്നു. എന്നാൽ ഈ ആരോപണങ്ങളെ പീറ്റ് ഹെക്സത്ത് ശക്തമായി പ്രതിരോധിച്ചു. ഈ യുദ്ധം അമേരിക്കയെ തളർത്തുന്ന ഒരു ചതുപ്പല്ലെന്നും മറിച്ച് രാജ്യത്തിന്റെ നിലനിൽപ്പിനും ദേശീയ സുരക്ഷയ്ക്കും അത്യന്താപേക്ഷിതമായ നടപടിയാണെന്നും അദ്ദേഹം വാദിച്ചു. ആഗോള ഇന്ധന വിപണിയെയും അന്താരാഷ്ട്ര സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്ന ഈ യുദ്ധം ഇപ്പോൾ അമേരിക്കൻ കോൺഗ്രസിലെ പ്രധാന രാഷ്ട്രീയ വാക്പോരായി മാറിയിരിക്കുകയാണ്. തന്റെ വാദങ്ങളെ ന്യായീകരിക്കാനായി 3 പ്രധാന പോയിന്റുകളാണ് ഹെക്സത്ത് സഭയിൽ ഉന്നയിച്ചത്. ഒന്നാമതായി, ഇറാന്റെ വർദ്ധിച്ചു വരുന്ന ആണവായുധ മോഹങ്ങൾ ലോകത്തിന് തന്നെ ഭീഷണിയാണെന്നും മധ്യേഷ്യയിലെ അസ്ഥിരത ഇല്ലാതാക്കാൻ സൈനിക നടപടിയില്ലാതെ മറ്റൊരു പോംവഴിയില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. രണ്ടാമതായി, നിലവിലെ പ്രതിസന്ധിക്ക് കാരണം മുൻ ഭരണകൂടങ്ങൾ ഇറാനോട് സ്വീകരിച്ച മൃദു സമീപനമാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. മുൻഗാമികളുടെ പരാജയപ്പെട്ട നയങ്ങളാണ് സ്ഥിതിഗതികൾ ഇത്രത്തോളം വഷളാക്കിയതെന്ന് അദ്ദേഹം തുറന്നടിച്ചു. മൂന്നാമതായി, യുദ്ധത്തെ എതിർക്കുന്നവർക്കെതിരെ കടുത്ത രാഷ്ട്രീയ വിമർശനമാണ് അദ്ദേഹം നടത്തിയത്. അമേരിക്കയുടെ പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലിയ പ്രതിയോഗികൾ നിലവിൽ രാജ്യത്തിനകത്തുള്ള ഡെമോക്രാറ്റുകളും ചില റിപ്പബ്ലിക്കൻ അംഗങ്ങളുമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. ഇറാന്റെ ഭീഷണികളെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതുവരെ അമേരിക്ക ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ലെന്ന് ആവർത്തിച്ച അദ്ദേഹം സൈനിക നടപടി കൃത്യമായ ആസൂത്രണത്തോടെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെന്നും സഭയെ അറിയിച്ചു. പെന്റഗൺ പുറത്തുവിട്ട ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇറാൻ യുദ്ധം അമേരിക്കൻ സാമ്പത്തിക രംഗത്തും സൈന്യത്തിലും അതീവ ഗുരുതരമായ ആഘാതങ്ങളാണ് സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധം ആരംഭിച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ അമേരിക്കയ്ക്ക് ഇതിനോടകം $25 ബില്യൺ ചിലവായതായാണ് ഔദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സാമ്പത്തിക ബാധ്യതകൾക്ക് പുറമെ സൈനികരുടെ ജീവഹാനിയും രാജ്യത്തെ ആശങ്കയിലാക്കുന്നുണ്ട്. യുദ്ധമുഖത്ത് ഇതുവരെ 14 US സൈനികർ കൊല്ലപ്പെട്ടതായി പെന്റഗൺ സ്ഥിരീകരിച്ചു. എന്നാൽ ഇത്രയേറെ ആൾനാശവും സാമ്പത്തിക നഷ്ടവും നേരിടേണ്ടി വരുമ്പോഴും സൈനിക നടപടിയിൽ തന്ത്രപരമായ നേട്ടങ്ങൾ കൈവരിക്കാനായെന്നാണ് പ്രതിരോധ നേതൃത്വത്തിന്റെ അവകാശവാദം. അമേരിക്കയുടെ ആക്രമണത്തിൽ ഇറാന്റെ സൈനിക ശേഷി തീർത്തും ദുർബലമായെന്നും അവരുടെ നിർണായകമായ പല തന്ത്രപ്രധാന കേന്ദ്രങ്ങളും തകർക്കാൻ സാധിച്ചുവെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു. അമേരിക്കൻ സൈനിക നടപടിക്ക് പിന്നാലെ മേഖലയിൽ സംഘർഷം പുതിയ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. തങ്ങളുടെ ക്ഷമയ്ക്ക് പരിധിയുണ്ടെന്നും ഹോർമുസ് കടലിടുക്കിലെ ഉപരോധങ്ങളും കടൽ കൊള്ളയും തുടർന്നാൽ അമേരിക്ക ശക്തമായി തിരിച്ചടി നൽകുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. ഇറാന്റെ ഈ ഭീഷണി പുറത്തു വന്നതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ ഒറ്റയടിക്ക് 8% വർധനവാണ് രേഖപ്പെടുത്തിയത്. ഇത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ഇറക്കുമതിയെ ആശ്രയിക്കുന്ന രാജ്യങ്ങളിൽ വലിയ സാമ്പത്തിക പ്രതിസന്ധിക്കും ഇന്ധനവില വർധനവിനും കാരണമാകുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. സൈനികമായി ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടുവെന്നും അവർ തീർത്തും ദുർബലമായെന്നും പെന്റഗൺ അവകാശപ്പെടുമ്പോഴും അമേരിക്കയ്ക്കകത്ത് ഈ നീക്കത്തിനെതിരെ വലിയ പ്രതിഷേധങ്ങളാണ് ഉയരുന്നത്. ക്യാപിറ്റോൾ മന്ദിരത്തിന് പുറത്ത് യുദ്ധവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി ജനങ്ങൾ തെരുവിലിറങ്ങിയത് ഭരണകൂടത്തിന് വലിയ തലവേദനയാകുന്നുണ്ട്. എന്നാൽ പുറത്തുള്ള ശത്രുക്കളെക്കാൾ വലിയ പ്രതിയോഗികൾ രാജ്യത്തിനകത്തുള്ള രാഷ്ട്രീയ എതിരാളികളാണെന്ന പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തിന്റെ പരാമർശം അമേരിക്കൻ രാഷ്ട്രീയത്തിലെ കടുത്ത ഭിന്നതയെയും വിഭജനത്തെയുമാണ് തുറന്നു കാട്ടുന്നത്. യുദ്ധം നീണ്ടുപോകുന്നത് ആഗോള സുരക്ഷയെയും സമാധാനത്തെയും കൂടുതൽ അസ്ഥിരപ്പെടുത്തുമെന്ന ആശങ്ക ലോകമെമ്പാടും പടരുകയാണ്. യുദ്ധം നീണ്ടുപോകുന്നത് വിയറ്റ്നാം മോഡൽ കെണിയായി മാറുമോ എന്ന ആശങ്ക പല ജനപ്രതിനിധികളും പങ്കുവച്ചു. എന്നാൽ ലക്ഷ്യം കാണുന്നതുവരെ കൃത്യമായ സമയപരിധി നിശ്ചയിക്കാൻ ഹെക്സത്ത് തയ്യാറായില്ല. ഇറാന്റെ ഭാഗത്തു നിന്നും കടുത്ത മുന്നറിയിപ്പുകൾ വരുന്നുണ്ട്. കടൽ കൊള്ളയും ഉപരോധങ്ങളും തുടർന്നാൽ തിരിച്ചടി നൽകുമെന്നാണ് ഇറാന്റെ നിലപാട്. ഇതേ തുടർന്ന് രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അമേരിക്കൻ വിദേശ നയത്തിലും ആഭ്യന്തര രാഷ്ട്രീയത്തിലും ഇറാൻ യുദ്ധം വലിയ വിള്ളലുകൾ വീഴ്ത്തിയിരിക്കുകയാണ്. സൈനിക നടപടിയിലൂടെ ഇറാന്റെ ഭീഷണികളെ പൂർണ്ണമായും ഇല്ലാതാക്കുമെന്നും വിജയം സുനിശ്ചിതമാണെന്നും പീറ്റ് ഹെക്സത്തും പെന്റഗണും ആവർത്തിക്കുമ്പോഴും അമേരിക്കൻ ജനതയും പ്രതിപക്ഷവും വലിയ ആശങ്കയിലാണ്. യുദ്ധം എന്ന് അവസാനിക്കുമെന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു മറുപടി നൽകാൻ ഭരണകൂടത്തിന് സാധിക്കാത്തത് രാഷ്ട്രീയമായി വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത്. മറുഭാഗത്ത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മുന്നറിയിപ്പുകൾ ആഗോള വിപണിയെയും സുരക്ഷയെയും ഒരുപോലെ ബാധിക്കുന്നുണ്ട്.
കടൽക്കൊള്ളയും എണ്ണ ഉപരോധങ്ങളും തുടർന്നാൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ സാമ്പത്തിക പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പാണ്. വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ നടക്കുന്ന കൂടുതൽ ചർച്ചകൾ യുദ്ധത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ അതോ നയതന്ത്ര ഇടപെടലുകളിലൂടെ പരിഹാരം ഉണ്ടാകുമോ എന്നാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്.